യൂറോപ്യൻ ക്ലോസറ്റ് എത്ര ക്ലീൻ ചെയ്തിട്ടും വൃത്തിയാകുന്നില്ലേ? എത്ര തവണ ക്ലീൻ ചെയ്താലും ക്ലോസറ്റിൽ വീണ്ടും വീണ്ടും മഞ്ഞക്കറ വരുന്നുണ്ടോ? ഈ ഒരു പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. പുറത്ത് നമ്മൾ എത്ര ക്ലീൻ ചെയ്തിട്ടും കാര്യമില്ല. ഇതിനെല്ലാം കാരണക്കാരെ ദേ ഈ കാണുന്ന ബോക്സ് ആണേ. ഇവനാള് ചില്ലറക്കാരനൊന്നല്ല. പുറമേ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയൊക്കെയാണ്, ഒരു കുഴപ്പമില്ല. പക്ഷേ ആ മുകളിൽ കാണുന്ന അടപ്പില്ലേ, അതൊന്ന് തുറന്നു നോക്കണം അതിൻ്റെ ഭംഗി അറിയണമെങ്കിൽ. നിങ്ങളുടെ വീട്ടിൽ യൂറോപ്യൻ ക്ലോസറ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് പോയിട്ട് അതൊന്ന് തുറന്നു നോക്കിക്കേ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഇത്രയും കാലം ക്ലീൻ ചെയ്തിട്ടും നിങ്ങളുടെ ബാത്റൂം വൃത്തിയാകാത്തത്, എന്തുകൊണ്ടാണ് ആ മഞ്ഞക്കറ വീണ്ടും വീണ്ടും വരുന്നതെന്ന്. മിക്ക വീടുകളിലും ബാത്റൂമിലെ ആ ഒരു ബോക്സിൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. പക്ഷേ ആരും ഈ ഒരു ബോക്സ് അങ്ങനെ തുറന്ന് ക്ലീൻ ചെയ്യാറില്ല. ഈ ബാത്റൂം ഞാൻ അങ്ങനെ കൂടുതലായിട്ട് ഉപയോഗിക്കാത്തതാണ്, അതുകൊണ്ട് ഈ ഒരു ഭാഗത്തേക്ക് ഞാൻ അങ്ങനെ വരാറുമില്ല. പക്ഷേ ഞങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ബാത്റൂം, ആ ഒരു ബാത്റൂമിലെ ബോക്സ് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ ക്ലീൻ ചെയ്യാൻ നന്നായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. ഉപയോഗിക്കാത്ത ബാത്റൂം ആയതുകൊണ്ട് ആ ഒരു ബോക്സിൽ അങ്ങനെ അഴുക്കൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അതെൻ്റെ തെറ്റിദ്ധാരണയായിരുന്നു. അതിൽ അത്യാവശ്യം നന്നായിട്ട് അഴുക്കുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ബോക്സ് ഫിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഈ ഒരു ബോക്സ് ക്ലീൻ ചെയ്തിട്ടേ ഇല്ല. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 5 വർഷത്തിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ബോക്സ് ഇവിടെ ഉണ്ട്. ഈ ഒരു 5 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ ആദ്യമായിട്ട് ഇപ്പോഴാണ് ഈ ഒരു ബോക്സ് ക്ലീൻ ചെയ്യുന്നത്. വേനൽക്കാലത്താണ് ഈ ഒരു ബോക്സിൽ അഴുക്ക് അടിഞ്ഞു കൂടുന്നത്. അപ്പം മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ ഒരു ബോക്സ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അതോടൊപ്പം തന്നെ 2-3 മാസം കൂടുമ്പം നിങ്ങളുടെ വാട്ടർ ടാങ്കും കൂടെ ക്ലീൻ ചെയ്യുക. വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാതെ നിങ്ങൾ ഈ ഒരു ബോക്സ് മാത്രം ക്ലീൻ ചെയ്തിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല കേട്ടോ. കാരണം വാട്ടർ ടാങ്കിൽ നിന്നാണല്ലോ ഈ ഒരു അഴുക്കും കാര്യങ്ങളും നിങ്ങൾ ഈ ഒരു ബോക്സിലേക്ക് എത്തുന്നത്. അപ്പം നിങ്ങൾ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാതെ ഈ ഒരു ബോക്സ് ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പം വാട്ടർ ടാങ്ക് 2-3 മാസം കൂടുന്ന സമയത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അപ്പം രണ്ടും നന്നായിട്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു അഴുക്കിൻ്റെ ആ ഒരു അളവുണ്ടല്ലോ അത് ഒരുപാട് കുറയും കേട്ടോ. പിന്നെ അധികം ആരും ഈ ഒരു ബോക്സ് അങ്ങനെ ശ്രദ്ധിക്കാറില്ല, കാരണം വെള്ളം വന്ന് നിറയുന്നതാണല്ലോ. അപ്പം അതിലെന്താ ഇത്ര പ്രത്യേകിച്ച് അഴുക്കെന്ന് വിചാരിക്കും. പക്ഷേ നിങ്ങൾ യൂറോപ്യൻ ക്ലോസറ്റ് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പം തന്നെ പോയിട്ട് നിങ്ങളുടെ ബാത്റൂമിലെ ആ യൂറോപ്യൻ ക്ലോസറ്റിൻ്റെ ആ ഒരു ബോക്സ് ഉണ്ടല്ലോ അതിൻ്റെ അടപ്പ് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ബോക്സിൽ ഇതുപോലെ അഴുക്കും കാര്യങ്ങളൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ടോ, അതല്ല നിങ്ങൾ ആ ഒരു ബോക്സ് വാങ്ങിയ സമയത്ത് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയാണോ എന്നുള്ളത് ഒന്ന് നിങ്ങൾ കമൻറ്റിൽ പറയാം കേട്ടോ. ഇതിപ്പം കാണുമ്പം നിങ്ങൾക്ക് തോന്നും അയ്യേ ഇതെന്താണ് ഇങ്ങനെ എന്നുള്ളത്. എൻ്റേത് മാത്രമല്ല, നിങ്ങളുടെ വീട്ടിലെ നിങ്ങൾ ഓരോരുത്തരുടെ വീട്ടിലെ ബോക്സിൻ്റെ അവസ്ഥയും ഇത് തന്നെയാണ്. നമ്മളിപ്പോൾ പുറമേ നിന്ന് കാണുന്ന സമയത്ത് നമുക്ക് ഓർമ്മയില്ലല്ലോ ഇതിൻ്റെ ഉൾവശം ഇങ്ങനെയാണ് എന്നുള്ളത്. പിന്നെ ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ആ കാണുന്ന സംഭവങ്ങളൊന്നും എടുത്ത് പൊന്തിക്കാനോ ഒന്നും പാടില്ല. അതുപോലെ അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ വലിയ വലിയ ബ്രഷുകളൊന്നും കൊണ്ടുപോയിട്ട് തേച്ച് വരച്ച് കഴുകാതിരിക്കുക. ഇതുപോലെ കുഞ്ഞ് ബ്രഷ് അല്ലെങ്കിൽ ടൂത്ത് ബ്രഷൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അതുപോലെ എന്തെങ്കിലും സ്ക്രബ്ബറൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. സോപ്പും പൊടിയൊക്കെ വെച്ച് ചെയ്യുക കേട്ടോ. ഞാൻ ആദ്യം ഇതിൻ്റെ ചളിയും കാര്യങ്ങളൊക്കെ ഒരു ബ്രഷ് വെച്ച് പോക്കിയതിന് ശേഷം പിന്നീടാണ് ഞാൻ സോപ്പ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. എങ്കിലും ചെറിയ രീതിയിൽ ഒരു മഞ്ഞ കളർ ആ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ പിടിച്ചു പോയിട്ടുണ്ട് കേട്ടോ. അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ ക്ലീൻ ചെയ്യാൻ ഒരുപാട് നേരം വൈകിപ്പോയി. ക്ലീൻ ചെയ്യാൻ നേരം വൈകുന്നതിനനുസരിച്ച് ആ ഒരു കറയുണ്ടല്ലോ അത് ആ ഒരു ബോക്സിൻ്റെ മുകളിൽ പറ്റി പിടിച്ച് കിടക്കും. പിന്നെ നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും ആ ഒരു കറ പോകില്ല. അതായത് മഞ്ഞളൊക്കെ പിടിക്കുമല്ലോ അതുപോലെയാണ്. അപ്പം നിങ്ങളുടെ വീട് പുതിയതാണ്, നിങ്ങളുടെ ബാത്റൂമൊക്കെ പുതിയതാണെങ്കിൽ എത്രയും പെട്ടെന്ന് ക്ലീൻ ചെയ്തോ. ഇങ്ങനെ ചളി പിടിക്കുന്നതിൻ്റെ മുന്നേ കണ്ടില്ലേ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ ബോക്സൊക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ പണി. മാസത്തിൽ ഒരു പ്രാവശ്യം നിങ്ങൾ ക്ലീൻ ചെയ്ത് നോക്കുക. ഇതിപ്പം ഒട്ടും ക്ലീൻ ആവാത്തൊരു ബോക്സ് ആയിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഇനി ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ബാത്റൂം ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ബാത്റൂമിലെ അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ബാത്റൂം. ഈ ഒരു ബോക്സ് ഞാൻ മാസത്തിൽ ഒരു പ്രാവശ്യം ക്ലീൻ ചെയ്യാറുണ്ട്. ഈ ഒരു ബോക്സിൻ്റെ മുകളിൽ ഞാനൊരു കറ വന്ന സമയത്ത് ജസ്റ്റ് എന്തോ ഒരു കെമിക്കൽ ഇട്ട് തുടച്ചതായിരുന്നു കേട്ടോ, ക്ലീൻ ചെയ്തതായിരുന്നു. പക്ഷേ കണ്ടില്ലേ എനിക്ക് 8ൻ്റെ പണി കിട്ടി. എന്തോ ഒരു കെമിക്കലായിരുന്നു, അതത്ര പറ്റിയില്ല. അങ്ങനെ ബോക്സ് മുഴുവനും കറുത്തുപോയി. ഞാൻ ഒരുപാട് പ്രാവശ്യം അത് ക്ലീൻ ചെയ്ത് നോക്കി, പക്ഷേ ഒരു രക്ഷയില്ല. ഇനിയിപ്പം ഈ ഒരു ബോക്സ് മാറ്റുക എന്നല്ലാതെ വേറെ രക്ഷയും കാര്യങ്ങളൊന്നുമില്ല. എന്തോ ഒരു കെമിക്കൽ ഇട്ട് തുടച്ചതാണ്, നന്നായിട്ട് ക്ലീൻ ചെയ്തതാണ്.
ഇത് ഞാൻ എല്ലാ മാസവും ഒരു പ്രാവശ്യം ക്ലീൻ ചെയ്യാറുണ്ട്. കണ്ടോ, ഇതിൻ്റെ ഉൾവശം ഇതിപ്പം ഏകദേശം ക്ലീൻ ചെയ്യാനായിട്ടുണ്ട്. കഴിഞ്ഞ മാസം ക്ലീൻ ചെയ്തതാണ്. കണ്ടില്ലേ, നമ്മൾ കുറച്ച് മുന്നേ കണ്ട വീഡിയോയിൽ ഞാൻ ഒട്ടും ക്ലീൻ ചെയ്യാത്തൊരു ബോക്സായിരുന്നു നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഈ ഒരു ബോക്സ് ഇപ്പം ഞാൻ മാസത്തിൽ ക്ലീൻ ചെയ്തതുകൊണ്ട് ഇതിൽ ഇത്രയും അഴുക്കും കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. ഇനി ഈ ഒരു ബോക്സ് ക്ലീൻ ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വീട്ടിൽ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലെ ബോളും മറ്റു കാര്യങ്ങളൊന്നും പൊട്ടിച്ച് കളയരുത്. അതൊക്കെ പൊട്ടിപ്പോയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പം നന്നായിട്ട് സൂക്ഷിച്ചും ശ്രദ്ധിച്ചൊക്കെ വേണം ഈ ഒരു ബോക്സ് ക്ലീൻ ചെയ്യാൻ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ബോക്സ് മാത്രം നിങ്ങൾ ക്ലീൻ ചെയ്തിട്ട് കാര്യമല്ല, നിങ്ങൾ വീട്ടിലെ വെള്ള ടാങ്കും കൂടി ഒന്ന് ക്ലീൻ ചെയ്യുക. വേനലാണ്, അപ്പം വേനൽക്കാലത്താണ് ഏറ്റവും കൂടുതൽ ചളി വരിക. കാരണം മോട്ടറൊക്കെ അടിക്കുന്ന സമയത്ത് വേനൽക്കാലത്ത് കിണറിലെ അടിയിലൊക്കെ വെള്ളമായാൽ ആ ചളിയും കാര്യങ്ങളൊക്കെ നേരെ ടാങ്കിലേക്ക് വരും. ആ വെള്ളമാണ് നമ്മൾ ഈ ഒരു ബോക്സിലേക്കൊക്കെ വന്ന് വീഴുക. അപ്പം ടാങ്കും നന്നായിട്ട് ക്ലീൻ ചെയ്യുക. കണ്ടോ, ഇതൊക്കെ ഇവിടെയൊക്കെ ഒരു മഞ്ഞക്കറ പിടിച്ച് കിടക്കുന്നുണ്ട്. ആ ഒരു മഞ്ഞക്കറയൊന്നും അങ്ങനെ പോകില്ല കേട്ടോ, അതൊക്കെ മുന്നേ പിടിച്ചു പോയതാണ്. ഒരുപാട് ബാത്റൂം ക്ലീനറുകൾ വാങ്ങാൻ കിട്ടും. അതൊക്കെ ഇട്ട് നമ്മൾ ബാത്റൂം ക്ലീൻ ചെയ്യാറുണ്ട്. പക്ഷേ അതിലൊന്നും വലിയ കാര്യമില്ല. കാരണം ഈ ഒരു ബോക്സ് ഇങ്ങനെ അഴുക്കായി കിടക്കുന്ന സമയത്ത് നമ്മളിനി എന്തൊക്കെ ഇട്ട് കഴുകിയിട്ടും കാര്യമില്ല. പിന്നെ കുറേ ആളുകൾ ഹോം റെമഡീസൊക്കെ ചെയ്യാറുണ്ട്. എന്തൊക്കെ വിനാഗിരിയൊക്കെ ഒഴിച്ച് കഴുകുക, കല്ലുപ്പിട്ട് കഴുകുക, അതൊക്കെ ഈ ഒരു മഞ്ഞക്കറ പോകാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതാണ്. പക്ഷേ മഞ്ഞക്കറയുടെ പ്രധാന കാരണം ഈ ഒരു ബോക്സാണ്. ഈ ഒരു ബോക്സിലെ വെള്ളം നമ്മൾ ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് നേരെ ആ ഒരു ക്ലോസറ്റിലേക്ക് വന്ന് നിൽക്കും. പിന്നെ ആ ഒരു വെള്ളം ആ ഒരു ക്ലോസറ്റിൽ കെട്ടി നിന്നിട്ട് ആ ഒരു കറ ക്ലോസറ്റിലേക്ക് പിടിക്കുന്നതാണ് കേട്ടോ. അപ്പം ഈ ഒരു ബോക്സ് ക്ലീൻ ചെയ്താൽ നിങ്ങളുടെ 90% പ്രശ്നങ്ങളും അതോടെ കഴിയുന്നതാണ്. ഈ ഒരു ബോക്സ് ക്ലീൻ ചെയ്ത് വെച്ചാൽ പിന്നെ ബാത്റൂം എത്ര ക്ലീൻ ചെയ്താലും വരുന്ന ആ ഒരു മഞ്ഞക്കറേൻ്റെ പ്രശ്നം ഉണ്ടല്ലോ, അതിനി നിങ്ങൾക്കുണ്ടാവില്ല. ഈ ഒരു ബോക്സ് അഴുക്കായി കിടക്കുന്നത് കൊണ്ടാണ് നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും ക്ലോസറ്റ് പൂർണ്ണമായും വൃത്തിയാകാതെ വീണ്ടും വീണ്ടും ആ ഒരു മഞ്ഞക്കറ പിടിക്കുന്നത്. നിങ്ങളുടെ റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, അതുപോലെ നിങ്ങൾക്കറിയുന്ന ആരുമായിക്കോട്ടെ, ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയാണ്. നിങ്ങൾ ആ ഒരു ക്ലോസറ്റിലെ മഞ്ഞക്കറ പോകാനായിട്ട് ഷോപ്പിലൊക്കെ പോയിട്ട് വില കൂടിയ ബാത്റൂം ക്ലീനറുകൾ വാങ്ങി ഉപയോഗിക്കുന്നതിന് പകരം ഒരിക്കലെങ്കിലും ഞാൻ പറഞ്ഞ രീതിയിൽ ഈ ബോക്സ് ഒന്ന് തുറന്ന് ക്ലീൻ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ആ ഒരു വ്യത്യാസം മനസ്സിലാകും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതൊന്ന് കമൻറ്റിൽ പറയാം കേട്ടോ. നിങ്ങളും ഇതുപോലെ ബോക്സ് മാസത്തിൽ ക്ലീൻ ചെയ്യാറുണ്ടോ? അതല്ല നിങ്ങൾ ആദ്യമായിട്ടാണോ ഇങ്ങനെ ഈ ഒരു ബോക്സ് ക്ലീൻ ചെയ്യുന്നതിനെ കുറിച്ച് കേൾക്കുന്നത്? ഒക്കെ ഒന്ന് കമൻറ്റിൽ പറയാം കേട്ടോ.